എന്തോന്നാ കണക്കൂട്ടിക്കൊണ്ടൊക്കെ ഇരിക്കണം? എന്തോന്ന് കണക്കൂട്ടിക്കൊണ്ടിരിക്കണ? ഒന്നുമില്ല. എന്തോ ഉണ്ട്, കാര്യം പറ. ഇത് ഒരു ഫംഗ്ഷൻ നമ്മുടെ എർലിന്റെ വീട്ടില്. എന്ത് വിളിച്ചില്ലേ? അതൊക്കെ വിളിച്ച്. പിന്നെന്ത് പ്രശ്നം? വിളിച്ചാണ് പ്രശ്നം. ഗിഫ്റ്റ് വല്ലതും കൊണ്ടുപോണ്ടേ? അല്ല, നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മാറിയാ? അല്ല, അത് ചെറിയൊരു സൗന്ദര്യപ്പണക്കം. അപ്പൊ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് വല്ലതും മേടിച്ചിട്ട് പോകണം. അങ്ങനത്തെ ഗിഫ്റ്റ് അടിക്കണം. ആർക്ക് ഗിഫ്റ്റ്? മെർലിന്. മെർലിന്? എടാ നിനക്ക് നാണം ഉണ്ടോടാ? ആ കൊച്ചിന്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് കുപ്പിയിലാക്കി ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവരെന്താ പറഞ്ഞ ഫ്രണ്ട്സ് ആണെന്ന്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ? ഫ്രണ്ട്ഷിപ്പ് മാത്രമൊന്നുമല്ല. എടാ മണകൊടാഞ്ച, ആ കൊച്ചു പറഞ്ഞതാണോ ആലോചിച്ച് പറയാന്ന്? അപ്പൊ നിനക്ക് അങ്ങ് ശരി മെർലിന്ന് പറഞ്ഞാ പോരായിരുന്നു. ഇവൻ വെറുതെ ഓരോ പിച്ചും പേയൊക്കെ പറഞ്ഞിട്ട് മൊത്തം കാര്യങ്ങളൊക്കെ കുഴപ്പിച്ച്. ചേച്ചി, എനിക്ക് ഈ കാര്യത്തിൽ എക്സ്പീരിയൻസ് ഇല്ലതായി പോയി. എന്തോ? അല്ല, അത് ഫസ്റ്റ് ടൈം ആയിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പവച്ചു നിന്നു. എന്റെ തെറ്റാണോ? അല്ല, നീ പറഞ്ഞതാ പ്രശ്നമൊക്കെ മാറിയെന്ന്, ഫംഗ്ഷനൊക്കെ വിളിച്ചെന്ന്. എന്ത് ഫംഗ്ഷൻ? മെർലിൻ്റെ അവിടെ എന്തോ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞില്ലേ? വിളിച്ചില്ലേ? പിന്നെ നീ എന്ത് തേങ്ങയാണ് ഗിഫ്റ്റ് കൊണ്ടുപോണേ? അതിപ്പം എന്തായാലും ഗിഫ്റ്റ് കൊണ്ടുപോയാൽ പോരെ. അപ്പം ഞാൻ അങ്ങനെ അവളുടെ വീട്ടിൽ ഫംഗ്ഷൻ ആണെന്ന് അറിഞ്ഞ് അപ്പോൾ വിചാരിച്ച് പോവാന്ന് വിചാരിച്ച്. എന്തായാലും ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടൂലല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ഗിഫ്റ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ചെന്ന് കയറി കൊടുക്ക, ആട്ടി തുപ്പ. പിന്നെ 2 അടി കിട്ടിയാലും കുഴപ്പമില്ല. ഇതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം. ഇല്ല പിന്നെ എന്ത് ഗിഫ്റ്റാണ് മേടിച്ചു കൊടുക്കുന്നത്? അതെനിക്കൊന്നും പറഞ്ഞോളൂ, നിങ്ങൾ പറയണം. കാശ് നിങ്ങൾ തന്നെ പറഞ്ഞ. ഫസ്റ്റ് ഗിഫ്റ്റ് പറ. അല്ല, ബഡ്ജറ്റ് എത്ര? ഫസ്റ്റ് പറ, എന്നിട്ട് നിങ്ങൾ തന്നെ. ഞാൻ കാശ് മേടിക്കൂലേ? ഞാൻ 5 പൈസ തരുമൊന്നുമില്ല. ചേച്ചി ഒരു തരും ചോദിച്ചേന്. അമ്മായും തരൂല്ല. ഇവിടുന്ന് ആരെങ്കിലും മെറിന്റെ കാര്യം പറഞ്ഞ് നിനക്ക് ഗിഫ്റ്റ് മേടിക്കാൻ പൈസ തന്നണ്ടല്ലോ, ഞാൻ ഒറ്റ കൊടുക്കും. ചേച്ചി ചുമ്മാ കളിക്കല്ലേ? ഞാൻ കളിക്കും. എന്ത്? ഞാൻ ഒറ്റ, ഉറപ്പായിട്ട് ഒറ്റും. ശരി, ഒറ്റയ്ക്കോ? നിങ്ങൾ പൈസ തന്നാലും എനിക്ക് പൈസ ഉള്ള ഞാൻ ഒപ്പിച്ചോളാം. നീ പൈസ എങ്ങനെ ഉണ്ടാക്കും? കക്കാൻ പോവോ? കക്കാൻ പോവും വേണമെങ്കിൽ. കൊള്ളാല്ല, നമുക്ക് വേറെ എവിടുന്നും പൈസ കിട്ടാത്ത പോലെ. ഓയ്ക്കോ, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പൈസ ഒപ്പിച്ചിരിക്കും. എന്തോന്ന് ലച്ചു വെറുതെ പ്രശ്നം ഉണ്ടാകും? എന്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആ മെറിലിന്റെ കൈയും കാലും പിടിച്ചിട്ടാണ് അതിന് ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് വെറുതെ ഇവിടെ ആലമ്പാക്കി ഇട്ടില്ലേ? എനിക്ക് ദണ്ണുണ്ട്. എക്സ്പീരിയൻസിന്റെ കുറവല്ലേടെ? ഉപ്പ് കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. ഓക്കെ, ലച്ചു കയറി ഉപ്പിടുവോ ചില സമയത്ത്? കൂടുതലാണോ? ഇല്ല. ലച്ചു ഈ പരിസരത്തേക്ക് കയറി അപ്പോൾ വെറുതെ എങ്കിലും ഉപ്പിട്ടിട്ടൊക്കെ പോകും. ചേച്ചി, ഞാൻ ഒന്നും കൂടി ജോയിൻ ചെയ്താലോ എന്ന് ആലോചിക്കണം. പക്ഷെ വലിയ സാലറി ഒന്നും ഇല്ല. കുറച്ച് കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ട്. ജോയിൻ ചെയ്യ്, ഒരു പ്രാക്ടീസ് ആവുമല്ലോ. അല്ല, ഏതോ നിങ്ങളെന്തോ ഒരു ക്ലിനിക്ക് ഇടണം എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നാ? ആദ്യം വിചാരിച്ച് ചെയ്യാന്ന്, പിന്നെ തോന്നിയത് വർക്കാവില്ല. അത് അങ്ങനെ ആദ്യം തന്നെ നമ്മൾ നെഗറ്റീവ് വിചാരിച്ച വല്ലതും ചെയ്യാൻ പറ്റുമോ? എന്നാലും കുറച്ച് റിസ്ക് ആണ്. റിസ്ക് എടുക്കണമെന്നേ. റിസ്ക് എടുക്കാതെ നമുക്കൊന്നും രക്ഷപ്പെടാൻ പറ്റിയൊന്നുമില്ല. അതില്ല. ഏത് കോളേജിലാണ് പഠിച്ച ഈ നഴ്സിംഗ്? അത് ബാംഗ്ലൂർ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ്. പക്ഷെ കൊള്ളായിരുന്നു അവിടെ. പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു? അപ്പോൾ പ്ലേസ്മെന്റ് ഒക്കെ കിട്ടി പിള്ളേർക്ക്. നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും കിട്ടി. പിന്നെ ഞാൻ അങ്ങോട്ട് ഗൾഫിലോട്ട് പോയപ്പോഴേ ഞാൻ പിന്നെ അവിടെ ജോയിൻ ചെയ്തു. ഈ ചുമ കുറച്ച് ദിവസം ആയില്ല, മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് കഴിച്ചില്ലേ? കഴിച്ചില്ല. ഇതിനകത്ത് വെച്ചിരുന്ന ഒരു സാധനം, മുട്ട വെച്ചിരുന്ന ഈ കേസ് ഒരു രക്ഷയില്ല കേട്ടാ. എന്താണ് ഫേസിലോ ടെൻഷൻ? ടെൻഷൻ ഒന്നുമില്ല. ഉണ്ട് ടെൻഷൻ ഉണ്ട്. മോൻ കണ്ടാൽ അറിയാം. എന്ത് പറ്റി പറ. അത് എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു 15,000 രൂപ അയച്ചു കൊടുക്കണമായിരുന്നു. അതിനെന്താ അയച്ചു കൊടുക്കണം? അയച്ചു കൊടുക്കാനായിട്ട് ATM ലിമിറ്റും കഴിഞ്ഞ്, പിന്നെ ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ്റെ ലിമിറ്റും കഴിഞ്ഞ്. അപ്പം ആര് തന്നാലും പൈസ നാളെ രാവിലെ കൊടുക്കായിരുന്നു. അപ്പം ആരുടെ ചോദിക്കുമെന്നാണ്. ആരുടെ ചോദിക്കണെന്തിനാ? എൻ്റെ ഈ കുറച്ച് പൈസ ഇരിക്കണ്ടേ, ഞാൻ തരാം, കൊടുക്ക്. പക്ഷേ ഇനിയിപ്പോൾ ഒരുപാട് സഹായിച്ചു നിങ്ങൾ, അതാ മതി. അതുകൊള്ളാം. ഇത് സഹായമായിട്ടൊന്നുമല്ല, ഇത് കടമായിട്ടാണ്. നാളെ കിട്ടൂലേ? നാളെ രാവിലെ കിട്ടും. ഇങ്ങോട്ട് തരണം. വേണ്ട അത് വേണ്ട, ഞാൻ എടുത്തോണ്ട് വരാം പൈസ. അത് നോക്കിക്കോട്ടെ. ഞാൻ തീ കുറച്ച് വെച്ചിരിക്കണേ. ഇപ്പൊ പൈസ എടുത്തോണ്ട് വരാം. നാളെ തിരിച്ചു കൊടുക്കോ? അതങ്ങനെ അല്ല, ചേച്ചി തരാന്ന് പറഞ്ഞേ, കൊടുത്തില്ലെങ്കിൽ മോശമാണ്. പിന്നെ ഞാൻ കൊടുക്കാതിരിക്കും. അത് അങ്ങനെ ചോദിച്ചാൽ എന്താണ്? പറഞ്ഞതേ ഉള്ളൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.